ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്ലാസിക് ഫ്ലേവേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കുറുക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇത് നമുക്ക് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ കൊണ്ടുപോയാൽ ജസ്റ്റ് ഹോട്ട് വാട്ടർ വെച്ച് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപ്പോൾ തന്നെ ഇൻസ്റ്റൻ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കുറുക്കിൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ ട്രാവൽ ചെയ്യുമ്പോൾ എന്ത് കൊടുക്കും എന്നുള്ള കൺഫ്യൂഷനിൽ ഒരുപാട് പേര് വിഷമിക്കുന്ന അവസ്ഥ ഉണ്ടാവാറുണ്ട്. അപ്പോൾ കുഞ്ഞു കുട്ടികളെയൊക്കെ കൊണ്ടുപോകുമ്പോൾ അതേപോലെ കഴിക്കാൻ പറ്റാത്ത കുട്ടികളുണ്ടാവുമല്ലോ നോർമൽ ഫുഡ്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്കും ഈസി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന കൊടുക്കാനും പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ എപ്പോഴും ഞാൻ പറയാറുള്ളത് പോലെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ വീഡിയോസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് കടക്കാം. ഇത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതുകൊണ്ട് വളരെ ഹെൽത്തിയുമാണ്, അതേസമയം നല്ല ന്യൂട്രീഷ്യസ് കൂടിയാണ്. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, ഫ്ലെയിമൊന്നും ഓൺ ചെയ്യുന്നില്ല. ആദ്യം തന്നെ ഞാൻ 1 കപ്പ് അവിലാണ് ഇട്ട് കൊടുക്കുന്നത്. വെള്ള അവിലോ ചുവന്ന അവിലോ ഏത് വേണമെങ്കിലും ഇടാം. പിന്നെ 1/4 കപ്പ് പൊട്ടുകടല ഇട്ട് കൊടുക്കുന്നുണ്ട്. 7-8 ബദാം, പിന്നെ 2 വാൾനട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ 2 കുരുവൊക്കെ കളഞ്ഞിട്ടുള്ള 2 ഡേറ്റ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്, ഈത്തപ്പഴം. പിന്നെ ഇതിലേക്ക് ഞാൻ 5-6 കാഷ്യൂസ് കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. കുറച്ച് നേരം തന്നെ നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഡ്രൈ റോസ്റ്റ് ചെയ്ത് എടുക്കാൻ. ഇത് നല്ല ക്ഷമയോടെ തന്നെ നമ്മളിതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് എടുക്കണം. കാരണം നമ്മളിത് കുക്ക് ചെയ്യാതെ ജസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ ഇൻസ്റ്റൻ്റായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ അവിൽ നമ്മളെ കയ്യിൽ ഒന്ന് എടുക്കുമ്പോൾ പൊട്ടുന്ന ആ പരുവം ആവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഏകദേശം ഒരു 5-8 മിനിറ്റോളം നമ്മൾ ക്ഷമയോടെ ഫ്രൈ ചെയ്ത് എടുക്കണം. ഇനി ഇത് തണുത്തതിന് ശേഷം മാത്രമാണ് ഞാനിത് പൊടിച്ചെടുക്കുന്നത്. നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുക്കാം. മിക്സിയുടെ ചെറിയ ജാറിലിട്ട് പൊടിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അപ്പോൾ ഇതൊന്ന് പൊടിച്ചതിന് ശേഷം എന്താ ഇവിടെ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ കുഞ്ഞു കുട്ടികൾക്കാണ് ഇത് കൊടുക്കുന്നതെങ്കിൽ ഒന്ന് സീവ് ചെയ്ത് എടുക്കുന്നത് നല്ലതായിരിക്കും. കാരണം അതിൻ്റെ വലിയ പാർട്ടിക്കിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അതങ്ങ് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ നമ്മൾ ഡേറ്റ്സ് ചേർത്തുകൊണ്ട് തന്നെ ചെറിയൊരു മധുരം ഇതിന് ഓൾറെഡി ഉണ്ടാവും. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഞാൻ 2.5 ടേബിൾ സ്പൂൺ പൊടി ഒരു പാത്രത്തിലേക്ക് ക്ലീൻ ചെയ്ത ബൗളിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നല്ല ചൂടോട് കൂടിയിട്ട് തന്നെയാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ആ കട്ടകളൊക്കെ ഒന്ന് അലിച്ചു അതിന് ശേഷം നമുക്ക് ഇതൊന്ന് അടച്ചു വെക്കാം. ഒരു 5 മിനിറ്റ്സോളം അടച്ചു വെച്ചതിന് ശേഷം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നല്ല കുറുകി വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഈ ഒരു രീതിയിലാണ് കൊടുക്കുന്നതെങ്കിൽ ഇതേപോലെ തന്നെ കൊടുക്കുക. അതല്ല ഇതിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് മാറ്റണം എന്നുണ്ടെങ്കിൽ വെള്ളം ചേർത്തിട്ട് അതൊന്ന് ബാലൻസ് ചെയ്യാം. മധുരം ഒരു ലൈറ്റ് മധുരം ഇതിന് ഓൾറെഡി ഉണ്ടാവും. നിങ്ങൾക്ക് കൂടുതൽ മധുരം വേണമെങ്കിൽ ഒന്നുകിൽ തേനോ അല്ലെങ്കിൽ കൽക്കണ്ടമോ അല്ലെങ്കിൽ ശർക്കരയോ എന്ത് വേണമെങ്കിലും ചേർത്തിട്ട് കൊടുക്കാം. കൂടുതൽ മധുരം ചേർത്ത് കൊടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്, അതായിരിക്കും ഹെൽത്തി ആയിട്ടുള്ളത്. അപ്പോൾ ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ കുറച്ച് ഫ്രൂട്ട്സ് എന്തെങ്കിലും വേണമെങ്കിൽ ചേർത്ത് കൊടുത്തിട്ട് അതുകൂടി അതിൻ്റെ പ്യൂരി കൂടി ഇതിലേക്ക് മിക്സ് ചെയ്യാം. പക്ഷേ ഇൻസ്റ്റൻ്റായിട്ട് നമ്മളിപ്പോൾ ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഓപ്ഷനാണിത്. നമുക്ക് കൊണ്ടുപോകാനും എളുപ്പമാണ്. നല്ല എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ഇത് ആക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഓപ്ഷനാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ കമൻറ്റ്സ് കൂടി അറിയിക്കാൻ മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ ആൻഡ് ടേക്ക് കെയർ.